പരിപാടിയുടെ ഭാഗമായാണ് നമ്മൾ ഇന്നത്തെ ദിവസം ഇവിടെ സമ്മേളിക്കുന്നത്. 23 തിരുവനന്തപുരത്ത് സമാപിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ 12 ജില്ലകൾ ഇതോടുകൂടി പൂർത്തിയാവുകയാണ്. ഈ ജില്ലകളിൽ രാവിലെ ഇതുപോലുള്ള ഒരു പ്രഭാത യോഗം, ആ യോഗത്തിൽ നാടിൻ്റെ നാനാ തുറകളിൽപ്പെട്ടവർ നാട് ഇനി എങ്ങനെ മുന്നോട്ട് പോകണം എന്നതിനെക്കുറിച്ച് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സമർപ്പിക്കുന്ന ഒരു യോഗമായിട്ടാണ് ഇത് മാറുന്നത്. ഇന്നിവിടെ ഒരു പ്രത്യേക വിഷമം വന്നതുകൊണ്ട് വൈകുന്നേരത്തെ റാലിയില്ല എന്ന് മാത്രം. ഇവിടുത്തെ മഴ വലിയ തോതിൽ 2 ദിവസം കൂടിയതുകൊണ്ട് നമ്മുടെ പൊതുയോഗം നടത്തേണ്ട സ്ഥലത്ത് പ്രയാസം വന്നു അവിടെ നടത്താൻ പറ്റാത്ത സാഹചര്യം വന്നിരുന്നു. എന്നാൽ ഇതേവരെ നടന്ന എല്ലാ ജില്ലകളിലും രാവിലത്തെ യോഗവും വൈകുന്നേരത്തെ പൊതുറാലിയും വലിയ വിജയമായാണ് കണ്ടത്. നല്ല നിലയിൽ ജനപങ്കാളിത്തം ഉണ്ടായി എന്താണ് അനുഭവം. നമ്മുടെ സംസ്ഥാന ഗവൺമെന്റിനെ കുറിച്ച് പറയുമ്പോൾ 2021 അധികാരത്തിൽ വന്ന ഗവൺമെന്റിന്റെ 4ാം വാർഷികമാണിത്. യഥാർത്ഥത്തിൽ 2016 അധികാരത്തിൽ വന്ന അതിന് മുൻ 5 വർഷം അധികാരത്തിലിരുന്നാണ്. 2016 മുതൽ അധികാരത്തിലിരുന്ന സർക്കാരിന്റെ കേരളത്തിന്റെ സമീപകാല ചരിത്രം തിരുത്തി ജനങ്ങൾ LDFിനെ തുടർ ഭരണം സമ്മാനിച്ചതിന്റെ ഭാഗമായാണ് 21 ഗവൺമെന്റ് വരുന്നത്. അപ്പൊ അങ്ങനെ നോക്കി 9 വർഷം 16 മുതൽ 9 വർഷം LDF പൂർത്തിയായി 9 വർഷം ആയ ഇതിനിടയിൽ കാണാൻ കഴിയുന്ന ചില വസ്തുതകൾ നാം ശ്രദ്ധിക്കുന്നത് നല്ലത്. ഹലോ 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 ഏതെല്ലാം തരത്തിലുള്ള മാറ്റങ്ങൾ സംഭവിച്ചു എന്നതിൻ്റെ അനുഭവസ്ഥരാണ് നമ്മളെല്ലാവരും. അതിൻ്റെ വിശദമായ കാര്യങ്ങളിലേക്ക് ഞാനിപ്പോൾ പോകുന്നില്ല. കാരണം ആമുഖ ഭാഷണം വളരെ നീണ്ടുപോയാൽ നിങ്ങളുടെ സംസാരത്തിന്റെ സമയത്തിന് ചുരുക്കം വരാൻ സാധിക്കും. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നല്ല രീതിയിൽ ഉയർന്നു വരിക എന്നതാണ് ഇന്ന് ഏറ്റവും പ്രധാനം.
അതുകൊണ്ട് തന്നെ ആ കാര്യങ്ങളെക്കുറിച്ച് ആകെ ഇപ്പോ വിശദമാക്കുന്നില്ല. പക്ഷെ നമ്മൾ ഈ 9 വർഷക്കാലത്തെ അനുഭവം എടുത്താൽ ഒരു പ്രത്യേകത, ജനങ്ങളുടെ മുന്നിൽ നൽകിയ വാഗ്ദാനം LDF നടപ്പാക്കുന്നതിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. ഓരോ വർഷവും എത്ര കണ്ട് പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യങ്ങൾ നടപ്പാക്കി എന്നതിനെ കുറിച്ചുള്ള പ്രോഗ്രസ് റിപ്പോർട്ട് ജനങ്ങളുടെ മുന്നിൽ സമർപ്പിച്ചിരുന്നു. ഈ കഴിഞ്ഞ 8 വർഷവും അത് നടന്നു. യഥാർത്ഥത്തിൽ കേരളം പാർലമെന്ററി ജനാധിപത്യം നിലനിൽക്കുന്ന എല്ലായിടങ്ങൾക്കും ഒരു മാതൃക സൃഷ്ടിക്കുകയാണ് ചെയ്തത്. നമ്മുടെ നാട്ടില്, നമ്മുടെ രാജ്യത്ത് എവിടെയും ഇത്തരമൊരു പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യങ്ങൾ എത്ര കൊണ്ട് നടപ്പാക്കിയെന്ന് പ്രതിപാദിക്കുന്ന പ്രോഗ്രസ് റിപ്പോർട്ട് അവതരിപ്പിച്ച അനുഭവമില്ല. അപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ എത്ര കണ്ട് നമ്മുടെ ജനങ്ങൾക്കുള്ളതാണ്. അതാണ് ഇക്കാര്യത്തിൽ സർക്കാർ കാണിച്ച മാതൃക. 2016 ഗവൺമെന്റ് 2021 5ാമത്തെ വർഷം പൂർത്തിയാക്കുന്നു. നാം കണ്ടത് 600 വാഗ്ദാനങ്ങളെ അവയില് വിരലിൽ എണ്ണാവുന്നവയൊഴിച്ച് ബാക്കി മുഴുവൻ നടപ്പാക്കാനായി എന്നത്. തുടർന്ന് 2021 അധികാരത്തിൽ വന്ന സർക്കാർ ഇതേ മാർഗം തന്നെ പിന്തുടർന്നു. 22-ലും 23-ലും 24-ലും കൃത്യമായി പ്രോഗ്രസ് റിപ്പോർട്ട് ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. ഈ വർഷത്തെ, അതായത് ഈ സർക്കാരിന്റെ 4ാമത്തെ വർഷം പൂർത്തിയായതിന്റെ ഭാഗമായുള്ള പ്രോഗ്രസ് റിപ്പോർട്ട് തിരുവനന്തപുരത്ത് 23-ന് ഈ പരിപാടിയുടെ സമാപനത്തിൽ അവതരിപ്പിക്കുകയും ചെയ്യും. നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള കാര്യമാണ്, പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യങ്ങൾ മാത്രമല്ല നമുക്ക് ഏറ്റെടുക്കേണ്ടി വന്നതും നടപ്പാക്കേണ്ടി വന്നതും. ഒരുപാട് പുതിയ കാര്യങ്ങൾ നമ്മുടെ മുന്നിൽ വന്നിട്ടുണ്ട്. അതിനു പുറമെ ഒരു കാലത്തും നേരിടേണ്ടി വന്നിട്ടില്ലാത്ത തരത്തിലുള്ള പ്രതിസന്ധികൾ ഈ ഘട്ടത്തിൽ നാം നേരിടേണ്ടി വന്നു. നിപ്പയായും ഓക്കിയായും 2018-ലെ നൂറ്റാണ്ടിലെ മഹാപ്രളയമായും 2019-ലെ അതിരൂക്ഷമായ കാലവർഷക്കെടുതിയായും തൊട്ടുപുറകെ വന്ന ലോകത്തെയാകെ വിറങ്ങലിപ്പിച്ച കോവിഡ് മഹാമാരിയായി പലതരത്തിലുള്ള പ്രതിസന്ധികളാണ് നമുക്ക് നേരിടേണ്ടി വന്നത്. ഏറ്റവും ഒടുവിൽ മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിന്റെ പ്രശ്നങ്ങൾ നമുക്കറിയാവുന്നത്. അപ്പൊ ഇത്തരം പ്രതിസന്ധികളിൽ നമ്മൾ പകച്ചു നിൽക്കുകയല്ല ചെയ്യുന്നത്. അവയ്ക്കാവശ്യമായ പരിഹാര നടപടികൾ, പുനരധിവാസ പ്രവർത്തനങ്ങൾ, മറ്റിടപെടലുകൾ എല്ലാം നടക്കേണ്ടതുണ്ടായി.
ഇതെല്ലാം നിർവഹിക്കുമ്പോൾ നമുക്ക് ആവശ്യമായ തോതിലുള്ള സഹായം ലഭ്യമായില്ല എന്നൊരു ഭാഗം പ്രത്യേകം കാണേണ്ടത്. പ്രതിസന്ധി വന്നാൽ ആ നാടിനെ, ആ സംസ്ഥാനത്തെ സഹായിക്കാനുള്ള ബാധ്യത കേന്ദ്ര ഗവൺമെന്റിനുള്ളതാണ്. അത് ഭരണഘടന തന്നെ വ്യവസ്ഥ ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ നമ്മുടെ അനുഭവം രാജ്യത്തിന്റെ മൊത്തം അനുഭവത്തിൽ നിന്ന് വ്യത്യസ്തമായത്. നമുക്ക് ഈ ഒരു പ്രതിസന്ധി ഘട്ടത്തിലും അർഹമായ സഹായം ലഭിച്ചിട്ടില്ല. മാത്രമല്ല, സഹായിക്കാൻ തയ്യാറായി മുന്നോട്ട് വന്ന രാഷ്ട്രങ്ങളെ അടക്കം നിരാശപ്പെടുത്തുമാറ് സഹായം സ്വീകരിക്കില്ല എന്ന സമീപനം കേന്ദ്ര ഗവൺമെന്റ് കൈക്കൊള്ളുകയും ചെയ്യും. ഇതൊരു ഭാഗം. മറ്റൊരു ഭാഗത്ത് നമ്മുടെ നാടിന്റെ സാധാരണ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് സംസ്ഥാനത്തിന്റെ വരുമാനം അത് കൃത്യമായി ഉണ്ടാവുക എന്ന പ്രധാനം. ഈ വരുമാനത്തിന്റെ കാര്യത്തിൽ സംസ്ഥാനം ചെലവിടുന്ന സംഖ്യകൾ കണക്കാക്കിയാൽ നമ്മുടെ ഏതെങ്കിലും ഒരു സംസ്ഥാനം അതുമാത്രമായ എല്ലാ കാര്യങ്ങളും നിർവഹിക്കുന്നു. സംസ്ഥാനവും രാജ്യവും കൂടിയാണ് കാര്യങ്ങൾ നിർവഹിക്കുന്നത്. കാരണം രാജ്യത്തിന്റെ ആകെ ചെലവിടുന്നത് മൊത്തം രാജ്യത്ത് ലഭിക്കുന്ന വരുമാനം കൊണ്ടാണ്. ആ വരുമാനം വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നാണ് ലഭ്യമാകുന്നത്. ലഭിക്കുന്ന വരുമാനത്തിൽ ഒരു ഭാഗം നിശ്ചിതമായ തോതിൽ സംസ്ഥാനത്തിന് തിരിച്ചു നൽകും. അപ്പോ സംസ്ഥാനം ഉണ്ടാക്കുന്ന വരുമാനം കേന്ദ്ര സർക്കാർ നൽകുന്ന വിഹിതം, അതിനു പുറമെ എടുക്കുന്ന കടം, ഇതെല്ലാമാണ് സംസ്ഥാനത്തിന്റെ വരുമാനം. പക്ഷേ നമ്മുടെ കേരളത്തിൽ സംഭവിച്ചത് സംസ്ഥാനത്തിന് കേന്ദ്രം നൽകേണ്ട വിഹിതം വലിയ തോതിൽ വെട്ടിക്കുറച്ചു. ന്യായമല്ലാത്ത രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയി. നമ്മള് കേന്ദ്ര ഗവൺമെന്റിൽ നിരവധി തവണ നിവേദനങ്ങൾ നടത്തി, ഫലമുണ്ടായില്ല. പലതരത്തിലുള്ള ഇടപെടലുകൾ ഇവിടെ നടന്നു, ജനങ്ങളുടെ ഇടപെടൽ നടന്നു, പ്രക്ഷോഭം നടന്നു. മന്ത്രിസഭയാകെ ജനപ്രതിനിധികളെല്ലാം കൂടി ഡൽഹിയിൽ പ്രക്ഷോഭം നടത്തുകയുണ്ടായി. രാജ്യത്തെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളുടെ ദേശീയ നേതാക്കളടക്കം പങ്കെടുക്കുന്ന, മുഖ്യമന്ത്രിമാരടക്കം എത്തിച്ചേർന്ന ഒരു പ്രതിഷേധ പരിപാടി. പക്ഷേ ഒന്നിനും അനുകൂല പ്രതികരണം കേന്ദ്ര ഗവൺമെന്റ് ഉണ്ടായി. അവസാനം നമ്മൾ സുപ്രീം കോടതിയെ സമീപിച്ചു. സുപ്രീം കോടതി കേരളത്തിന്റെ വാദം അംഗീകരിച്ചുകൊണ്ട് തന്നെ ഇത് കൂടുതൽ വാദം കേൾക്കേണ്ടതാണ് എന്നതിന്റെ അടിസ്ഥാനത്തിൽ ഭരണഘടനാ ബെഞ്ചിന് വിട്ടിരിക്കുകയാണ്. അപ്പോ ഒരു സംസ്ഥാനത്തിന് വലിയ തോതിൽ വിഷമം അനുഭവിക്കേണ്ടി വന്ന സാഹചര്യം കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിച്ച നിസ്സഹകരണം കാരണം നമുക്കുണ്ടായി എന്നാണ് കാണാൻ സാധിക്കും. അതോടൊപ്പം സംസ്ഥാനം എടുക്കുന്ന കടമുണ്ട്. ആ കടത്തിൽ
ന്യായമായ തോതിൽ നമുക്ക് എടുക്കാൻ പറ്റുന്ന കടം അത് തടയുന്ന നിലയിൽ കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിച്ചു. അതിൽ വെട്ടിക്കുറവ് ന്യായമല്ലാത്ത ഇടപെടലാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്ത്. ഇത്രയെല്ലാം പ്രയാസങ്ങൾ ഒരു ഭാഗത്ത്, പ്രതിസന്ധികൾ വേറൊരു ഭാഗത്ത്. ആ ഘട്ടത്തിലാണ് നമുക്ക് നമ്മുടെ പ്രവർത്തനങ്ങൾ ശരിയായ ദിശയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. എല്ലാ മേഖലയും നല്ല രീതിയിൽ മുന്നോട്ട് പോയി എന്നതാണ് കാണാൻ നമുക്ക് സാധിക്കും. അതിന്റെ ഭാഗമായി ദേശീയ തലത്തിൽ അതിൻ്റെതായ അംഗീകാരം സംസ്ഥാനത്തിന് വിവിധ മേഖലകളിൽ ലഭിക്കുകയുമാണ്. എങ്ങനെയാണ് ഈ തരത്തിൽ നമുക്ക് മെച്ചപ്പെട്ടൊരു സാഹചര്യം, ഇത്രയും പ്രതിസന്ധികളും സഹകരണം വേണ്ടതിന് പകരം നിസ്സഹകരണവുമെല്ലാം ഉണ്ടായിട്ട് നമുക്ക് വിജയകരമായ പദ്ധതി നിർവഹണവും മറ്റും നടത്താൻ കഴിയും? അത് പരിശോധിക്കുമ്പോഴാണ് നമ്മുടെ നാടിന്റെ പുരോഗതി ഉറപ്പുവരുത്തുന്നതിനുള്ള ഇടപെടലുകൾ നടത്താൻ സംസ്ഥാന സർക്കാരിന് കഴിഞ്ഞത് നമ്മുടെ നാടിന്റെ തനത് വരുമാനം നല്ലതുപോലെ വർദ്ധിപ്പിക്കാൻ കഴിയുമെന്നുമാണ്. ഇക്കാര്യത്തിൽ കേരളത്തിന്റെ ആഭ്യന്തര ഉത്പാദനം മെച്ചപ്പെടുത്താൻ നമുക്ക് കഴിഞ്ഞിരിക്കും. 2023-24 എടുത്താൽ 72.84% തനത് വരുമാനം നമുക്ക് ഉണ്ടായിട്ടുണ്ട്. ഈ വരുമാനത്തിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞ വർധനം അതുകൊണ്ടാണ് പ്രതിസന്ധിയുടെ എല്ലാം ഭാഗമായി നമ്മൾ പുറകോട്ട് പോകാതിരുന്നത്. ഇവിടെ ഒരു 3 വർഷത്തെ കണക്കെടുത്ത് പരിശോധിച്ചാൽ നമ്മുടെ തനത് നികുതി വരുമാനം 3 വർഷം മുൻപ് 47,000 കോടി രൂപയായി, അത് 81,000 കോടിയായി വർദ്ധിക്കുന്ന നിലവിൽ. ഇത് നല്ല വർധനവാണ് എന്നത് പ്രത്യേകിച്ച് പറയേണ്ടത്. ആകെ തനത് വരുമാനം 55,000 കോടിയായിരുന്നു നേരത്തെ, അത് 1,04,000 കോടിയായി വർദ്ധിക്കുന്ന സ്ഥിതി വന്നിരിക്കും. ഇവിടെ എല്ലാ ഘട്ടത്തിലും നമ്മുടെ സംസ്ഥാനത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രചരണം കടം വല്ലാതെ വർദ്ധിക്കുന്നു എന്നാണ്. യഥാർത്ഥത്തില് ആ വാദം ശരിയല്ല എന്നുള്ളതാണ്. പൊതുകടവും ആഭ്യന്തര ഉത്പാദനവും തമ്മിലുള്ള അന്തരം അത് നല്ല രീതിയിൽ കുറച്ചു കൊണ്ടുവരാനാണ് നമുക്ക് കഴിയും. നേരത്തെ 36% ഇപ്പോൾ 34%. ഇനിയും കുറയുമെന്നുള്ളതാണ് ഇതിനകത്തുള്ള പ്രത്യേകത. ഇവിടെ മറ്റൊരു സാഹചര്യം നേരിടുന്നത് സംസ്ഥാനത്തിന് ചെലവിന്റെ ഭാരം കൂടുന്നു എന്നതാണ്. കേന്ദ്രവും സംസ്ഥാനവും ചെലവിട്ടുകൊണ്ടാണ് സംസ്ഥാനത്തടക്കമുള്ള പദ്ധതികൾ പൊതുവെ നടക്കുന്നത്. പക്ഷേ കഴിഞ്ഞ സാമ്പത്തിക വർഷം 70% ചെലവ് സംസ്ഥാന സർക്കാരാണ് വഹിച്ചത്. ഇത് നേരത്തെ ഉള്ളതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു കാര്യമാണ്. അപ്പോൾ കേന്ദ്രത്തിന്റെ ചെലവ് കുറയുന്നു, സംസ്ഥാനത്തിന്റെ ചെലവിന്റെ ഭാഗം കൂടുന്നു. ഇതും കേന്ദ്ര നയത്തിന്റെ ഭാഗമായി സംഭവിക്കുന്നത്. ഈ വർഷം
75% സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ കുറയുകയല്ല, സംസ്ഥാനത്തിന്റെ ഭാരം കൂടാനാണ് പോകുന്നത്. ഇതെല്ലാം നമുക്ക് നിറവേറ്റാൻ കഴിയുന്നത് നമ്മുടെ മൊത്തം ആഭ്യന്തര ഉത്പാദനം നല്ല രീതിയിൽ വർദ്ധിപ്പിക്കാൻ നമുക്ക് കഴിയുന്നതുകൊണ്ട്. ആഭ്യന്തര ഉത്പാദനത്തിന്റെ കണക്കെടുത്താൽ 2016 നമ്മുടെ സംസ്ഥാനത്തിന്റെ ആഭ്യന്തര ഉത്പാദനം 5,60,000 കോടി രൂപയായി. 2016 ആ 5,60,000 കോടി രൂപ ഇപ്പോ 13,11,000 കോടി രൂപയായി ഉയർത്താൻ നമുക്ക് കഴിഞ്ഞിരിക്കുന്നു. അപ്പൊ ആഭ്യന്തര ഉത്പാദനത്തിൽ നല്ല വർധനവ് സംസ്ഥാനത്ത് വലിയ തോതിൽ പുറകിലായിരുന്നു. കേരളത്തിലെ IT രംഗത്ത് നല്ല മുൻകൈയാണ് നേരത്തെ ഉണ്ടായിരുന്നത്. രാജ്യത്ത് ആദ്യത്തെ ടെക്നോ പാർക്ക് നാമാണ് തുടങ്ങിയത്, തിരുവനന്തപുരം ടെക്നോ പാർക്ക്. നമുക്ക് ശേഷം ആ രംഗത്തേക്ക് കടന്നു വന്ന പല സംസ്ഥാനങ്ങളും വളരെ മുന്നോട്ട് പോയി. നമുക്ക് ഇടക്ക് എവിടെ വെച്ചോ ഒരു തരം സ്തംഭനാവസ്ഥയുണ്ട്, വേണ്ടത്ര പുരോഗതിയുണ്ടായി. 2016 640 സ്ഥാപനങ്ങളാണ് IT പാർക്കുകൾ ഉണ്ടായതെങ്കിൽ ഇപ്പോഴത് 1,106 വർദ്ധിപ്പിക്കാൻ 2016 ശേഷം കഴിഞ്ഞു. നമ്മുടെ തൊഴിലെടുക്കുന്നവരുടെ എണ്ണം 78,068 പേരെ ഇപ്പോഴത് 1,48,000 വർദ്ധിപ്പിക്കാനായി. അതേപോലെ തന്നെ IT മേഖലയിലുള്ള കയറ്റുമതി ഇതേ കാലയളവിൽ 34,123 കോടി രൂപയായിരുന്നു നേരത്തെ. അത് 90,000 കോടി രൂപയായി വർദ്ധിപ്പിക്കാൻ കഴിയും. IT മേഖല നല്ല തോതിൽ വികാസം പ്രാപിക്കുമെന്നാണ് കാണാൻ നമുക്ക് സാധിക്കും. നമ്മുടെ പുതിയ IT പാർക്കുകൾ വരുന്നു. IT മേഖലയുടെ വികാസത്തിനുതകുന്ന ഒട്ടേറെ നയപരമായ കാര്യങ്ങൾ തീരുമാനിക്കപ്പെട്ടിട്ടുണ്ട്. ഇതോടൊപ്പം തന്നെ കാണേണ്ട കാര്യമാണ് സ്റ്റാർട്ടപ്പുകളുടെ വരവ്. സ്റ്റാർട്ടപ്പുകളുടെ പറുദീസയായിട്ടാണ് കേരളം ഇപ്പോൾ കണക്കാക്കുന്നത്. ഏറ്റവും നല്ല ആവാസ വ്യവസ്ഥ സ്റ്റാർട്ടപ്പുകൾ കൂടി ഉണ്ട് എന്ന് പൊതുവെ അംഗീകരിക്കും. അതിന്റെ ഭാഗമായി സ്റ്റാർട്ടപ്പുകൾ നേരത്തെ 3,000 ഉണ്ടായിരുന്നത് ഇപ്പോൾ 6,300 വർദ്ധിച്ചിട്ടുണ്ട്. 5,800 കോടി രൂപയുടെ നിക്ഷേപം ആ മേഖല. 60,000 തൊഴിലവസരം ഇപ്പോൾ ഈ മേഖലയിൽ. 2026 നാം ലക്ഷ്യമിടുന്നത് 15,000 സ്റ്റാർട്ടപ്പുകളും 1,00,000 തൊഴിലവസരവും. ഇപ്പൊ നമ്മുടെ സംസ്ഥാനം രാജ്യത്തിന് മാതൃകയാകുന്ന ഒട്ടേറെ ഇടപെടലുകൾ വിവിധ മേഖലകളിൽ
നടത്തിയിട്ടുണ്ട് എന്നത് അനുഭവത്തിലുള്ള കാര്യം. ഇപ്പൊ കഴിഞ്ഞ 9 വർഷത്തെ അനുഭവം എടുത്താൽ രാജ്യത്തിന് തന്നെ മാതൃകയായി ഇടപെടും. അതിലൊന്നാണ് ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി, രാജ്യത്തെ ആദ്യത്തെ സംഭവമാണ്. അതേപോലെ തന്നെ ഡിജിറ്റൽ സയൻസ് പാർക്ക്, അതും രാജ്യത്തെ ആദ്യത്തേത്. ആ ഗണത്തിൽപ്പെടുന്നതാണ് ഗ്രഫീൻ ഇന്നൊവേഷൻ സെന്റർ, കൊച്ചിയിലെ വാട്ടർ മെട്രോ, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് ബയോളജി. ഇവയെല്ലാം യാഥാർത്ഥ്യമാക്കാൻ കഴിഞ്ഞിരിക്കുന്നു. ഇതിന്റെ കൂടെ തന്നെ ഒരു ഗവേഷണ സ്ഥാപനം ആയുർവേദ രംഗത്ത്, ഇന്റർനാഷണൽ ആയുർവേദ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, അതോടൊപ്പം ജിനോം ഡാറ്റാ സെന്റർ, മെഡിക്കൽ ടെക്നോളജി കൺസോർഷ്യം, ഇവയെല്ലാം നമ്മൾ ഒരുക്കുകയാണ്. മൈക്രോബയോ, ന്യൂട്രാസ്യൂട്ടിക്കൽസ്, ഈ മേഖലകളിൽ ഓരോ മികവിന്റെ കേന്ദ്രം, സെന്റർ ഓഫ് എക്സലൻസ് സ്ഥാപിക്കാനാണ് നാം കാണേണ്ടത്. നേരത്തെ മുതൽ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് ശ്രദ്ധിച്ച സംസ്ഥാനമാണ് കേരളം. ഇപ്പോ ഹാർഡ്വെയറിലേക്ക് നമ്മൾ കടക്കുന്നു, സോളാർ പാനലിലേക്ക് കടക്കുന്നു, ലിഥിയം ബാറ്ററി, ഹൈഡ്രജൻ, ഇത്തരം കാര്യങ്ങളിലേക്കെല്ലാം നമ്മൾ കടക്കുകയും ഉൽപാദനം യാഥാർത്ഥ്യമാക്കാനുമുള്ള നീക്കങ്ങളാണ്. നമ്മുടെ വ്യാവസായിക മേഖല 2016 വ്യാവസായിക വളർച്ച 12%, ഇപ്പോഴത് 17% ഉയർത്താൻ നമുക്ക്. മാനുഫാക്ചറിംഗ് സെക്ടറിൽ 2016 9.8%, ഇന്നത് 14%. നമ്മുടെ രാജ്യത്തെ വ്യവസായ സൗഹൃദ അന്തരീക്ഷം ഏറ്റവും നല്ലത് കേരളത്തിലാണ് എന്ന് ഇന്ത്യ ഗവൺമെന്റ് തന്നെ കണക്കാക്കി. വ്യാവസായിക മേഖലയിൽ സംരംഭക വർഷ പദ്ധതി നാം ആരംഭിച്ചു. കേന്ദ്ര ഗവൺമെന്റ് രാജ്യത്തെ ബെസ്റ്റ് പ്രാക്ടീസ് എന്നാണ് ആ സംരംഭക മേഖലയെ കുറിച്ച് പറഞ്ഞു. MSME മേഖലയിൽ രാജ്യത്തെ ബെസ്റ്റ് പ്രാക്ടീസ് ആണ് എന്നാണ് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചത്. നാം കാണേണ്ടത് കഴിഞ്ഞ മാർച്ച് വരെ 3.5 ലക്ഷത്തോളം സംരംഭങ്ങളാണ് സംസ്ഥാനത്തുണ്ടായി. നിക്ഷേപം 23,000 കോടി രൂപ, തൊഴിലവസരങ്ങൾ 7.5 ലക്ഷത്തിലെത്തി. കൊച്ചിയിലെ നാം ഒരു നിക്ഷേപ സംഗമം സംഘടിപ്പിച്ചു. അതിൽ 1.5 ലക്ഷം കോടിയുടെ നിക്ഷേപ താല്പര്യപത്രമാണ് ഒപ്പുവെച്ചത്. നല്ല ബഹുരാഷ്ട്ര കമ്പനികളടക്കം പ്രഗത്ഭമതികളായ ഒട്ടേറെ സ്ഥാപന മേഖലകൾ നിക്ഷേപ താല്പര്യപത്രം ഒപ്പുവെക്കാൻ തയ്യാറായി എന്നതാണ് പ്രത്യേകം. ആ ഓഫറുകൾ അതേപോലെ ഇവിടെ ഇടുകയല്ല, അത് പ്രത്യേക ഫാസ്റ്റ് ട്രാക്ക് സംവിധാനം ഏർപ്പെടുത്തി തുറ നടപടികൾ സ്വീകരിക്കാൻ തയ്യാറെടുക്കുക. അതിന്റെ ഭാഗമായി സിംഗിൾ വിൻഡോ ക്ലിയറൻസ് സംവിധാനം പ്രകാരത്തിൽ K60, അതേപോലെ തന്നെ വ്യവസായ സ്ഥാപനങ്ങൾ പരിശോധന നടത്താനുള്ള ഓൺലൈൻ സംവിധാനം K6, ഇതെല്ലാം ഏർപ്പെടുത്താൻ നമുക്ക് കഴിഞ്ഞ കാലയളവ് നോക്കിയാൽ ബഹുരാഷ്ട്ര കമ്പനികൾ, നിസാനെ പോലുള്ള, എയർബസിനെ പോലുള്ള ബഹുരാഷ്ട്ര കമ്പനികൾ കേരളത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. നമ്മുടെ സംസ്ഥാനമാണ് രാജ്യത്ത് ഏറ്റവും വിലക്കയറ്റം കുറഞ്ഞ സംസ്ഥാനം.
വിലക്കയറ്റം ഏറ്റവും കുറവ് കേരളത്തിൽ, ദാരിദ്ര്യം ഏറ്റവും കുറവ് കേരളത്തിൽ. ദരിദ്രാവസ്ഥയുടെ കാര്യം പറഞ്ഞാൽ രാജ്യമാണ് ഏറ്റവും കൂടുതൽ ദരിദ്രം. അവിടെ ദരിദ്രരുടെ എണ്ണം കൂടുന്നു, ദാരിദ്ര്യത്തിന്റെ ആക്കവും കൂടും. ഇതാണ് രാജ്യത്തിന്റെ പൊതുവായ. അവിടെയാണ് നമ്മുടെ സംസ്ഥാനം വേറിട്ട് നിൽക്കുന്നത്. അതിന് കഴിഞ്ഞത് നമ്മുടെ മാർക്കറ്റിലുള്ള കൃത്യമായ ഇടപെടൽ കാരണം. നേരത്തെ UDF സർക്കാർ 5242 കോടി രൂപയാണ് പൊതുവിതരണത്തിലേക്ക് മാറ്റിവെച്ചത്. എന്നാൽ കഴിഞ്ഞ LDF സർക്കാർ, അതായത് 2016-21 സർക്കാർ 10,697 കോടി രൂപയാണ്, നേരെ ഇരട്ടിയിലധികം. നാം ശ്രദ്ധിക്കേണ്ട കാര്യം, വിപണി ഇടപെടലിന് മാത്രം 2024 വരെ 14,000 കോടി രൂപ സംസ്ഥാനത്ത് ചെലവഴിച്ചിട്ടുണ്ട്. അതോടൊപ്പം 4.25 ലക്ഷത്തോളം മുൻഗണനാ കാർഡുകൾ ലഭ്യമാക്കാൻ കഴിഞ്ഞു. നമ്മുടെ സംസ്ഥാനം ഏറ്റവും ഭദ്രമായ ക്രമസമാധാനം നിലയുന്ന സംസ്ഥാനം. വർഗീയ കലാപമില്ല, ഉയർന്ന ശിക്ഷാ നിരക്ക് നടപ്പാക്കാനാകുന്നത്, ശാന്തമായ പൊതുജീവിതമാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രത്യേകത. കേരള പോലീസ് നല്ല രീതിയിൽ കുറ്റാന്വേഷണ മികവ് തെളിയിക്കുകയും ദേശീയ തലത്തിൽ മുൻനിരയിൽ നിൽക്കുകയും ചെയ്തു. നമ്മുടെ വൈദ്യുതി മേഖല വ്യാവസായിക പുരോഗതി ഉണ്ടാകുമ്പോൾ വൈദ്യുതി ലഭ്യമാകാത്തതിന്റെ ഭാഗമായി പ്രതിസന്ധി നേരിടേണ്ട അവസ്ഥ ഒരു വ്യവസായ സ്ഥാപനത്തിനും ഉണ്ടാകരുതെന്ന് ധാരണയിൽ നമ്മൾ കാര്യങ്ങൾ മുന്നോട്ട് പോകും. ലോഡ് ഷെഡിങ് ഇല്ല, പവർ കട്ട് തീരെയില്ല. നല്ല ഇടപെടലിലൂടെ വൈദ്യുതിയുടെ ഉൽപാദനം വർദ്ധിപ്പിക്കാൻ നടക്കുന്നു. അതോടൊപ്പം പ്രസരണ രംഗം ശക്തിപ്പെടുത്താനായി 10,000 കോടി രൂപയുടെ ട്രാൻസ്മിറ്റ് പദ്ധതിയാണ് സർക്കാർ പ്രഖ്യാപിച്ചത്. ഇവിടെ നമ്മുടെ സംസ്ഥാനത്തിന്റെ ക്ഷേമ പെൻഷൻ കഴിഞ്ഞ 2016 LDF സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ കേരളത്തിന്റെ ക്ഷേമ പെൻഷൻ 18 മാസത്തെ കുടിശ്ശികയായി. ആ 18 മാസം കുടിശ്ശിക കൊടുത്തു തീർക്കാനാണ് LDF മന്ത്രിസഭ ആദ്യ യോഗത്തിന് തീരുമാനിച്ചത്. അന്ന് 600 രൂപയായിരുന്നു കടലാസിനുണ്ടായി. പക്ഷേ കയ്യിൽ കിട്ടിയത് 18 മാസം മുമ്പിലുള്ളതാണെന്ന് മാത്രം. 18 മാസം കുടിശ്ശിക. LDF സർക്കാർ ആ കുടിശ്ശിക മുഴുവൻ കൊടുത്തു. പിന്നെ അതിന് വർധനവ് തന്നു. ആ വർധനവ് 1,600 രൂപയായി മാറി. ഇപ്പോ മാസം തോറും നമ്മൾ കൊടുക്കും. നമ്മുടെ കേരളത്തില് 60 ലക്ഷം പേർക്കാണ് ഇപ്പോ 1,600 രൂപ വീതം പെൻഷൻ ലഭിക്കും. ഇവിടെ LDF സർക്കാരും UDF സർക്കാരും ഇതിനായി ചെലവിട്ട തുക പരിശോധിച്ചാൽ തന്നെ ആന്തരം കാണാം. 2011-16 UDF ചെലവഴിച്ചത് 9,000 കോടി രൂപയായി. LDF 72,000 കോടി രൂപ ചെലവഴിച്ചു. അതേസമയം നമ്മുടെ കേരളത്തിൽ വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ കഴിയാതെ മണ്ണടിച്ചു പോയപ്പോൾ ആ പ്രശ്നത്തിലാണ് നാം ലൈഫ് മിഷൻ പ്രഖ്യാപിച്ചത്. 5 ലക്ഷം വീടാണ് ലക്ഷ്യമിട്ടത്. ഇപ്പോ 4 ലക്ഷത്തിലധികം വീടുകൾ നമുക്ക് പൂർത്തിയാക്കാൻ.
4,51,000 വീടുകൾ. ബാക്കി വീടുകൾ പൂർത്തിയാകാനുണ്ട്. നമ്മുടെ കേരളത്തില് ഈ കഴിഞ്ഞ 9 വർഷം 4 ലക്ഷത്തിലധികം പട്ടയങ്ങൾ വിതരണം ചെയ്യാൻ. ഈ കഴിഞ്ഞ 4 വർഷം 2 ലക്ഷത്തിലധികം പട്ടയങ്ങൾ അതിനകത്ത് പുതുതായി വന്നിട്ടുണ്ട്. ഈ 4 ലക്ഷത്തിലധികം പട്ടയങ്ങൾ മാത്രമല്ല, ഇനിയുള്ള കാലയളവിൽ 1 ലക്ഷം പട്ടയം കൂടി വിതരണം ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ് സംസ്ഥാനം. കേരളം അതിദാരിദ്ര്യമുക്തമാക്കാൻ നടപടികൾ എടുത്തിരിക്കുന്നു. രാജ്യത്തെ ഏക സംസ്ഥാനമായിരിക്കും ഈ നവംബർ 1 കേരളത്തിൽ അതിദരിദ്രമില്ല എന്ന പ്രഖ്യാപനം നടത്താൻ നമുക്ക്. ആരോഗ്യരംഗത്ത് സമാനതകളില്ലാത്ത ഇടപെടലാണ് നടന്നത്. 2016 665 കോടി രൂപയായിരുന്നു സംസ്ഥാന ബജറ്റ്. എന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം പറയുന്നത്. എന്താണ് വ്യത്യാസം എന്ന് കാണാൻ. 665 കോടി രൂപ 2016 UDF ബജറ്റ്. ഇപ്പൊ എത്രയാണെന്നറിയാം? ഇപ്പോ 2,500 കോടിയോളം രൂപയാണ് ബജറ്റ്. ഇതാണ് വ്യത്യാസം. അങ്ങനെയാണ് ആരോഗ്യരംഗത്ത് മാറ്റം സംഭവിക്കുന്നത്. നമ്മുടെ കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി 73 ലക്ഷം ആളുകൾക്കാണ് ഇൻഷുറൻസ് ബജറ്റ്. കാരുണ്യ ആരോഗ്യ ഇൻഷുറൻസ് അതിൽ 612 ആശുപത്രി, 27,50,000 ആളുകൾക്ക് 2,762 കോടിയുടെ സൗജന്യ ചികിത്സ നൽകാനായി. വിവിധ തരത്തിലുള്ള ഇടപെടലുകൾ ആരോഗ്യ മേഖലയിൽ നടത്തും. പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ, കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കുന്നു. സൂപ്പർ സ്പെഷ്യാലിറ്റി സൗകര്യങ്ങൾ, താലൂക്ക് ആശുപത്രി തൊട്ട് മെഡിക്കൽ കോളേജ് ആശുപത്രി വരെ. മെഡിക്കൽ കോളേജ് ആശുപത്രികൾക്ക് പ്രത്യേക മാസ്റ്റർ പ്ലാൻ. എല്ലാം കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടിയുള്ള ആരോഗ്യ സംവിധാനത്തിന് വേണ്ടിയുള്ള സർക്കാരിന്റെ ഇടപെടൽ. പൊതുവിദ്യാഭ്യാസ രംഗം, നമ്മുടെ പൊതുവിദ്യാഭ്യാസ മേഖലയായിരുന്നു 2016 ഏറ്റവും തകർന്ന മേഖല. 5,000 കോടിയോളം രൂപയാണ് ആ മേഖലയിൽ ചെലവ്. ഇപ്പോ കേരളത്തിലെ വർഷം തോറും നമ്മുടെ രാജ്യത്ത് 1ാം സ്ഥാനം ലഭിച്ചുകൊണ്ടിരിക്കും. ഏതില്? സ്കൂൾ എഡ്യൂക്കേഷൻ ക്വാളിറ്റി ഇൻഡെക്സ്. നീതി ആയോഗ്, ഇന്ത്യ ഗവൺമെന്റ് നീതി ആയോഗാണ് അത് തീരുമാനിക്കുന്നത്. ഇന്ന് എല്ലാവരും സമ്മതിക്കുന്ന രീതിയിൽ കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ രംഗം ശക്തമായി. ഉന്നത വിദ്യാഭ്യാസ മേഖലയെ വലിയ തോതിൽ കേരളത്തെ ഒരു ഹബ്ബാക്കി മാറ്റാനുള്ള നീക്കമാണ് നാം നടത്തിക്കുന്നത്. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ കേരളത്തിനും മഹാത്മാഗാന്ധിക്കും സർവകലാശാല ആ രണ്ടിനും A++ ഗ്രേഡ് ലഭിക്കുക. കൊച്ചി, കാലടി A+. ഈ വേറൊരു കണക്കെടുത്താൽ ഈ ഗ്രേഡിംഗ് ഉണ്ട്. പൊതു യൂണിവേഴ്സിറ്റികളെ വെച്ചുകൊണ്ട് ഒരു ഗ്രേഡിംഗ്. ആ ഗ്രേഡിങ്ങില് രാജ്യത്തെ 12 യൂണിവേഴ്സിറ്റികൾ, 3 നമ്മുടെ കേരളത്തിൻ്റെതാണ്. ആദ്യത്തെ 9ാം സ്ഥാനത്ത് കേരള യൂണിവേഴ്സിറ്റി, 10ാം സ്ഥാനത്ത് കൊച്ചിൻ യൂണിവേഴ്സിറ്റി, 11ാം സ്ഥാനത്ത് ഗാന്ധി യൂണിവേഴ്സിറ്റി, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 43ാം സ്ഥാനത്ത്. നമ്മുടെ രാജ്യത്തെ ആദ്യത്തെ 3 കോളേജ്, അതിൽ 16 കോളേജ് കേരളത്തിൽ നിന്നാണ്. അപ്പോ ഉന്നത വിദ്യാഭ്യാസ മേഖല നല്ല രീതിയിൽ ശാക്തീകരിക്കപ്പെടുന്നു എന്നുള്ളതാണ് കാണാൻ നമുക്ക് സാധിക്കും. ഗവേഷണം നല്ല രീതിയിൽ നമ്മൾ പ്രോത്സാഹിപ്പിച്ചു. നമ്മുടെ കേരളത്തിന്റെ കാർഷിക രംഗം 2016 എല്ലാ മേഖലയും തകർമ്പോൾ കാർഷിക മേഖലയ്ക്കും വലിയ തകർച്ചയും. അന്ന്
വെറും 2% മാത്രമായിരുന്നു വളർച്ച. നമുക്കത് ഇരട്ടിയിലധികമാക്കാൻ കഴിയും. 4.64% ഇപ്പോ വളർച്ച. നെൽകൃഷി 2016 1,70,000 ഹെക്ടറിലായിരുന്നു നെൽകൃഷി ഉണ്ടായി. ഇപ്പോഴത് 2,23,000 ഹെക്ടറിലേക്ക് വർദ്ധിപ്പിക്കാൻ കഴിയും. കഴിഞ്ഞ 2 വർഷം 8,268 ഹെക്ടർ നെൽകൃഷി പുതുതായി ആരംഭിക്കാനായി. നെല്ലിന്റെ ഉൽപാദനക്ഷമത നല്ല തോതിൽ വർദ്ധിച്ചിരിക്കുകയാണ്. 4.56 ടണ്ണായി വർദ്ധിപ്പിക്കാൻ. ഒരു ഹെക്ടർ നെൽവയലിന് 3,000 രൂപ റോയൽറ്റി നിശ്ചയിച്ചു. കഴിഞ്ഞ സാമ്പത്തിക വർഷം 14,498 ഹെക്ടർ നെൽവയലുകൾക്കാണ് റോയൽറ്റി ലഭ്യമാക്കി. ഇതൊക്കെ കേരളത്തിന്റെ ഒരു ചെറിയ ചിത്രമാണ്. വിശദമായ ചിത്രം അവതരിപ്പിക്കാൻ ഈ സമയം പോരാ. എങ്കിലും ഇത്രയും നേട്ടങ്ങൾ നമുക്ക് വിവിധ മേഖലകളിൽ നേടാനായിട്ടുണ്ട്. ഇത്തരമൊരു ചിത്രമല്ല പക്ഷേ നാടിന്റെ മുന്നിൽ അവതരിപ്പിക്കും. അത് മറ്റൊരു നെഗറ്റീവ് ചിത്രം അവതരിപ്പിക്കാനാണ് ശ്രമിച്ചു വരുന്നത്. എന്നാൽ യഥാർത്ഥ വസ്തുത എന്താണെന്ന് മനസ്സിലാക്കണമെന്നുകൊണ്ടാണ് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്. ഇനിയും നമുക്ക് മുന്നോട്ട് പോകണം. ആ മുന്നോട്ട് പോക്കിന് എന്തെല്ലാം നാം ചെയ്യേണ്ടതുണ്ട്, ഇപ്പൊ ചെയ്ത കാര്യങ്ങളിൽ ഏതെങ്കിലും മാറ്റങ്ങൾ വേണ്ടതുണ്ടോ, തുറന്നുള്ള കാര്യങ്ങൾ എന്തൊക്കെ വേണം, അതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും തുറന്നുള്ള പ്രവർത്തനത്തിന് അങ്ങേയറ്റം സഹായകമാകും. ആ നിർദ്ദേശങ്ങൾ നിങ്ങൾ നൽകണമെന്നുകൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ആമുഖ ഭാഷണം ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് എൻ്റെ സ്നേഹാഭിവാദം. ഇനി